മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ വേനൽ കനവിൽ പെയ്യുന്നില്ലേ ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. എന്റെ അമ്മേ, ഞാൻ എത്ര ദിവസം അവളെ ട്രൈ ചെയ്യുന്നറിയോ? ഇതുവരെ കിട്ടിയിട്ടില്ല. നീ സമാധാനിക്കബി. വിഘ്നേഷ് പറഞ്ഞതുപോലെ പെൺകുട്ടികൾക്ക് തിരിച്ചറിയുന്ന പ്രായത്തിൽ ചില ഇഷ്ടങ്ങളൊക്കെ തോന്നും. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഇന്നത്തെ കാലത്തിൽ അങ്ങനെയില്ലാത്ത പെൺകുട്ടികളെ കണ്ടെത്താനാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് തൽക്കാലം ഞാനിത് ക്ഷമിക്കുന്നു. പക്ഷെ അവൾ എവിടെയാണ്, എന്ത് ചെയ്യുകയാണെന്നുള്ള കൃത്യമായ വിവരം എനിക്ക് കിട്ടണം. ഇനി അഥവാ അവക്ക് എന്റെ മകനുമായുള്ള വിവാഹത്തിന് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിലും അതെനിക്ക് കൃത്യമായിട്ട് തന്നെ അറിയണം. അത് അന്വേഷിച്ചറിയിക്കേണ്ടത് വിഘ്നേഷിന്റെ കടമയാണ്. എന്റെ ആദർശിന് ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം ജീവിതത്തിൽ ലഭിക്കാൻ. അതൊരു അമ്മയെന്ന നിലയ്ക്ക് എന്റെ ഉത്തരവാദിത്വമാണ്. എനിക്ക് മനസ്സിലായമ്മേ, വിസ്മയ ഒരിക്കലും നമ്മളെ ചതിക്കില്ല. അവൾക്ക് ആദർശിന് അത്രയ്ക്ക് ഇഷ്ടമാ, അതെനിക്ക് ഉറപ്പാ. പിന്നെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ അന്വേഷിക്കാം. നിന്നെ ഓർത്താണ് ഇങ്ങനെ ഒരു അവസരം കൂടി ഞാൻ വിസ്മയ്ക്ക് കൊടുക്കുന്നത്. അത് മറക്കണ്ട. ആ ബീനെ, ഞാൻ ഇറങ്ങാ. മോളെ മീരെ. അച്ഛൻ ഇറങ്ങിയോ? അതെ മോളെ, മോൾ എന്റെ കൂടെ വരുന്നില്ലല്ലോ. ഇല്ല അച്ഛാ, തീരുമാനം എന്തായാലും നേരിട്ട് കേൾക്കാൻ എനിക്ക് വയ്യ. അച്ഛൻ വരുന്നവരെ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. അല്ലെങ്കിലും എല്ലാരും കൂടെ പോകുന്നത് എന്തിനാ? അതിലൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആ, മോളുടെ ഇഷ്ടം പോലെ. പിന്നെ മോളെ, വിധി എന്തായാലും അതുമായി പൊരുത്തപ്പെടാൻ മോൾ തയ്യാറായിരിക്കണം. വിഗ്രഹം നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. പക്ഷേ കിട്ടുമെന്ന പൂർണ്ണ വിശ്വാസത്തിലിരുന്നിട്ട് മറിച്ചായി പോയാൽ മോള് വിഷമിക്കുന്ന കാണാൻ അച്ഛന് പറ്റില്ല. ഹരിയേട്ടൻ എന്താ ഈ പറയുന്നത്? മീര എന്താ കൊച്ചുകുട്ടിയാണോ? കാര്യങ്ങളെ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കാനൊക്കെ അവക്കറിയാം. അതെനിക്കറിയാം. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം മീരയുടെ മേൽ എനിക്ക് സംശയമുണ്ട്. ഇല്ല അച്ഛാ, അച്ഛൻ പേടിക്കണ്ട. എന്റെ കണ്ണനെ എനിക്ക് തന്നെ തിരികെ കിട്ടും. എന്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതെ പോവില്ല. തിരിച്ചറിവായ കാലം മുതൽ ഞാൻ തൊഴുകയോടെ പ്രാർത്ഥിക്കുന്നത് ആ വിഗ്രഹത്തിന് മുന്നിലാ. എന്റെ സന്തോഷവും സങ്കടവും നേരിട്ട് കണ്ടിരുന്നത് ആ ഭഗവാൻ തന്നെയാ. ഈ വിശ്വാസം മോളുടെ കൂടെ വേണം. മോളുടെ പ്രാർത്ഥനയിൽ അച്ഛനും വിശ്വാസമുണ്ട്. ഭഗവാൻ ആ ഒരു വിഗ്രഹത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ ഇതിൽ ഇത്രയ്ക്ക് വിഷമിക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ബീനാമേ, അതൊരു വിഗ്രഹം മാത്രമായിട്ട് ബീനാമ കാണുന്നത് കൊണ്ടാ. എനിക്ക് എന്റെ അച്ഛൻ, അമ്മ, മുത്തശ്ശി, ബീനാമ, അതുപോലൊരാളാ ഈ വിഗ്രഹവും. എന്നോടൊപ്പം വർഷങ്ങളായിട്ടുള്ള ഒരാൾ. അത് നഷ്ടപ്പെട്ട അതിനു പകരം മറ്റൊന്ന് എന്ന് ഓർത്ത് സമാധാനിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അച്ഛന് മോളെ മനസ്സിലാവും. അതുകൊണ്ടാ ഇതിനു വേണ്ടി അച്ഛൻ എല്ലാം മറന്നിറങ്ങുന്നത്. മീരയുടെ ഇപ്പോഴത്തെ വിഷമത്തിന് ഒരു പരിധിവരെ ഹരിയേട്ടനും കാരണക്കാരനാ. മീന എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ആ വിഗ്രഹത്തോട് ഇത്രയോ അടുക്കാൻ അവസരം കൊടുക്കരുതായിരുന്നു. പ്രാർത്ഥിക്കാൻ വീട്ടിലൊരു വിഗ്രഹം വെക്കേണ്ട കാര്യമില്ലല്ലോ.
എന്നിട്ടിപ്പോ എന്തായി? ഇത്രയും വിലയുള്ള ആ വിഗ്രഹത്തിന് വേണ്ടി കള്ളന്മാര് നമ്മളെ കൊല്ലാതിരുന്നത് ഭാഗ്യം. 100 രൂപയ്ക്ക് വേണ്ടി വീട് കയറി ആക്രമണം നടത്തുന്ന കാലവാ. അച്ഛനെ പഴി പറയേണ്ട ബീനമ്മേ. എൻ്റെ അച്ഛൻ എൻ്റെ സന്തോഷം മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, അതെനിക്കറിയാം. പിന്നെ കുടുംബക്ഷേത്രത്തിലെ ആ വിഗ്രഹം എൻ്റെ കയ്യിൽ വരണമെന്നും ഞാൻ പൂജിക്കണോ എന്നതും വിധിയായിരുന്നിരിക്കാം. ഈശ്വര തീരുമാനം പോലെ പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ട നിസ്സാരക്കാരായ മനുഷ്യരല്ലേ നമ്മള്? അതെ, കുടുംബത്തിൽ നഷ്ടപ്പെട്ട സർവ്വ ഐശ്വര്യങ്ങളും തിരികെ കിട്ടിയതും അതിനുശേഷമാ. ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മീരയും അടുത്തുണ്ടാവാൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാ. അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇപ്പൊ കോടതിയുടെ തീരുമാനമല്ലേ, അവിടെ വിധി പറയുന്നത് മനുഷ്യനാണ്. അതാ എന്റെ ടെൻഷൻ. ഏതായാലും അച്ഛൻ തിരികെ എത്തുന്നത് വരെ ഞാൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കും. എന്റെ പ്രാർത്ഥനയ്ക്കൊപ്പം എന്റെ അമ്മയുടെ ആത്മാവിന്റെ പ്രാർത്ഥനയുണ്ടാവും. അതെ, ഈ വിശ്വാസമാണ് മോൾക്കുണ്ടാവേണ്ടത്. അച്ഛൻ പോയിട്ട് നല്ലൊരു വാർത്തയും കൊണ്ട് തിരിച്ചു വരാം. മോള് ധൈര്യമായിട്ടിരിക്കുക. ശരി അച്ഛാ. മീരയൊന്ന് നിന്നേ. എന്താ ബീനമ്മേ? ഞാൻ പറയുന്നത് കൊണ്ട് മീരയ്ക്കൊന്നും തോന്നരുത്. എന്റെ ഒരു ടെൻഷൻ കൊണ്ട് പറയുന്നതാണെന്ന് കരുതിയാ മതി. എനിക്ക് മനസ്സിലായില്ല. അല്ല, ആ വിഗ്രഹം ഇവിടുന്ന് നഷ്ടപ്പെട്ടത് മുതല് ഹരിയേട്ടൻ ടെൻഷനിലാണ്. അതിന് കാരണം മീരയാണ്. നീ വിഷമിക്കുന്നത് കണ്ടിട്ടാ ഹരിയേട്ടൻ ഇങ്ങനെ വേദനിക്കുന്നത്. ഇങ്ങനെ ടെൻഷൻ കൊണ്ട് നടന്നാ ഹരിയേട്ടൻ എന്തെങ്കിലും അസുഖം വരുമോന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ബീനമ്മേ, അതിന് ഞാൻ... മീര ഒന്നും ചെയ്തതല്ല, പക്ഷേ കുറച്ചുകൂടെ പക്വതയുടെ കാര്യങ്ങളെ മനസ്സിലാക്കണം. ഇത് എന്റെ കൂടെ ജീവിതമാണ്. ഹരിയേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത് എന്നെയും ബാധിക്കും. ഒരു ജീവിതം നശിച്ച് പുതിയൊരു ജീവിതം ആരംഭിച്ചതാണ് ഞാൻ. അത് മറക്കരുത്. എനിക്ക് മനസ്സിലായി. അച്ഛന് ദോഷം വരുന്ന ഒന്നും സ്വപ്നത്തിൽ പോലും ഞാൻ ചെയ്യില്ല. ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. മീര പൊക്കോ. ॐ दामोदराय विद्महे रुक्मिणीवल्लभाय धीमहि तन्नो कृष्ण प्रचोदयात्। ॐ दामोदराय विद्महे रुक्मिणीवल्लभाय धीमहि तन्नो कृष्ण प्रचोदयात्। ॐ दामोदराय विद्महे रुक्मिणीवल्लभाय धीमहि तन्नो कृष्ण प्रचोदयात्। ഇങ്ങ് വാ. നോക്കി. അമ്മയുടെ ടെൻഷൻ ഇതുവരെ മാറിയില്ലേ? എങ്ങനെ ടെൻഷൻ ആവാതെ ഇരിക്കും? നിങ്ങളുടെ അച്ഛൻ ഇതുവരെ വിളിച്ചില്ലല്ലോ. കോടതി വിധി വന്നിട്ടുണ്ടാവില്ല. വന്ന ഉടനെ അച്ഛൻ വിളിക്കാതിരിക്കില്ലല്ലോ. എന്താവോ ഭഗവാനെ തീരുമാനം? വിഗ്രഹം തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടാതിരിക്കില്ല. മീരയുടെ മനസ്സ് തുറന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ. അതൊക്കെ ശരിയാ, പക്ഷെ അതുകൊണ്ട് മാത്രം കോടതി വിധി അനുകൂലമാവണമെന്നില്ലല്ലോ. പോസിറ്റീവായിട്ട് ചിന്തിക്കമ്മേ. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചതുകൊണ്ട് കാര്യമില്ല. നെഗറ്റീവ് വശങ്ങളും ചിന്തിക്കണം.
ശരി, ഞങ്ങൾ എതിര് പറയുന്നില്ല. അതുപോരെ? ഞാൻ ഏതായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം? വിഗ്രഹം തിരിച്ചു കിട്ടിയാ അത് ഇവിടെ വയ്ക്കുന്നതാ നല്ലത്. അതെങ്ങനെയാ അമ്മേ? മീര പൂജിക്കുന്ന വിഗ്രഹമല്ലേ? അതുകൊണ്ട് അമ്മേ, അത് നഷ്ടമായത് മുതൽ അവിടെ മീര അനുഭവിക്കുന്ന മനോവിഷമം നമ്മൾ നേരിട്ട് കണ്ടതല്ലേ? അതൊക്കെ ശരിയാ. പക്ഷെ അത് ഇനി ഇവിടെ ഇരുന്നാ മതി. മീരയ്ക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് പൂജിക്കാലോ. അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്? ആ എന്റെ മക്കളെ, കോടികൾ വിലമതിക്കുന്ന സാധനം അത്. അതിൽ മീരയ്ക്കുള്ളതുപോലെ അവകാശം നിങ്ങൾക്കും ഉണ്ട്. പിന്നെന്തിനാ വേണ്ടാന്ന് വെക്കുന്നേ? അമ്മയുടെ പറച്ചിൽ കേട്ടാ വിഗ്രഹം തിരിച്ചു കിട്ടിയാൽ ഉടൻ വിറ്റ് കാശാക്കാൻ തോന്നുമല്ലോ. ഒന്ന് പോടാ. അതാണോ ഞാൻ പറഞ്ഞത്? ആ ബീനയ്ക്ക് മകനും ഈ വിഗ്രഹത്തിലോ ഈ തറവാടുമായിട്ടോ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അത്രയ്ക്കുള്ള ശ്രദ്ധ അവർക്കുണ്ടാവൂ. അതിന്റെ പേരിൽ എന്തെങ്കിലും ദോഷം ഉണ്ടായാ ബാധിക്കാൻ പോകുന്നത് നിങ്ങളെ കൂടിയാ. അതുകൊണ്ട് ഇവിടെ വെക്കാന്ന് ഞാൻ പറഞ്ഞത്. അതിനവര് വിഗ്രഹം മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയതൊന്നും അല്ലല്ലോ. ആർക്കറിയാം? എനിക്ക് ആ ബീനെ തീരെ വിശ്വാസമില്ല. അവളുടെ അതേ പകർപ്പാ മകനും. അവനെ എനിക്ക് വിശ്വാസമില്ല. അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിനെല്ലാം ദോഷം ഉണ്ടാവാൻ വേണ്ടി അവളത് മനഃപൂർവ്വം നഷ്ടപ്പെടുത്താനും മടിക്കില്ല. അമ്മ ഈ പറഞ്ഞതൊക്കെ അച്ഛനും മുത്തശ്ശി ഒന്നും കേൾക്കണ്ട. അതെ അതെ, മീരെ ഓർത്ത് എല്ലാവരും ആ വിഗ്രഹത്തിന്റെ പുറകെ നടക്കുന്ന. അപ്പൊ ഇങ്ങനൊരു കാര്യം പറഞ്ഞു ചെന്നാ അമ്മയെ ഓടിക്കും. അല്ലെങ്കിലും നിങ്ങളുടെ അച്ഛന് എന്തെങ്കിലും ബുദ്ധിയുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ പണ്ട് മുതലേ ആ വിഗ്രഹം ഇവിടെ ഇരുന്നേനെ. ഏതായാലും കോടതി വിധി എന്താണെന്ന് അറിയട്ടെ. അതിനുശേഷം മതിയല്ലോ ബാക്കിയുള്ള ചിന്തകൾ. അങ്ങനെ നമ്മൾ പിന്നീട് ചിന്തിക്കാനിരുന്നാലേ കഴിവുള്ളവര് കാര്യം കാണും. അത് മാത്രല്ല, മീര ആ വിഗ്രഹം പൂജിക്കാൻ തുടങ്ങിയത് കൊണ്ടായിരിക്കും അവള് പഠനത്തിലും ജോലിയിലും എല്ലാം മിടുക്കിയായത്. പഠിച്ച എല്ലാ ക്ലാസ്സിലും അവളായിരുന്നില്ലേ ഒന്നാമത്. ആദ്യമായി പോയ ഇന്റർവ്യൂവിൽ തന്നെ അവൾക്ക് ജോലിയും കിട്ടി. ഇത് പുതിയ കണ്ടുപിടുത്താണല്ലോ. എന്റെ അമ്മയെ മീര നന്നായി പഠിച്ചതുകൊണ്ട് അവൾ ടോപ്പിലായത്, അല്ലാതെ പൂജിച്ചതുകൊണ്ടൊന്നുമല്ല. പിന്നെ ജോലി അതവളുടെ കഴിവാ. അതെ, അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിരിക്കുന്നെന്നാ തോന്നുന്നത്. കളിയാക്കിക്കോ. ഞാൻ പറഞ്ഞതിൽ കാര്യം ഉണ്ടായിരുന്നെന്ന് അച്ഛനും മക്കൾക്കും പിന്നീട് മനസ്സിലാവും. ശരി ശരി, ആദ്യം ആ വിഗ്രഹം തിരിച്ചിട്ടേ അമ്മേ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ബാക്കി പിന്നെയല്ലേ. അത് വിശാലേട്ടൻ പറഞ്ഞത് ശരിയാ. അമ്മ പ്രാർത്ഥിക്കുക. എന്നാൽ ഈ മനോജേട്ടൻ എന്താ വിളിക്കാത്ത? അമ്മേ, എന്താ മോനെ? അമ്മേ, മീരയുടെ കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ കേസിൽ വിധിയായി. ആണോ? എന്നിട്ട് കോടതി ആ വിഗ്രഹം സർക്കാരിലേക്ക് കണ്ടുകെട്ടി. മീരയ്ക്കും കുടുംബത്തിനും അത് തിരിച്ചു കൊടുക്കണമെന്നാണ് വിധിച്ചത്. ഭഗവാനെ, അത് വലിയ കഷ്ടമായല്ലോ. അവരുടെ എല്ലാം പ്രതീക്ഷ കോടതി ആ വിഗ്രഹം അവർക്ക് തിരിച്ചു കൊടുക്കുമെന്നായിരുന്നു. അതെ, അതിനുവേണ്ടിയല്ലേ അവർ ആ കുടുംബക്ഷേത്രം പുതുക്കി പണിയാനും പുനഃപ്രതിഷ്ഠ നടത്താനും ഒക്കെ പാടുപെട്ട് നടന്നത്. കോടതി വിധി പ്രതികൂലമായ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? വിധിയെ അംഗീകരിച്ച് മുന്നോട്ട് പോകാനല്ലേ പറ്റൂ. മീരയുടെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് സങ്കടം. ആ കുട്ടി ഇത് എങ്ങനെ സഹിക്കുമോ എന്തോ. ശരിയാണ്, വിഗ്രഹം കാണാതെ പോയപ്പോൾ ടെൻഷനായതിൻ്റെ പേരിലാണ് മീര കമ്പനിയിൽ നിന്ന് വരെ ലീവ് എടുത്തത്. അങ്ങനെയുള്ളപ്പോൾ ഈ വിധി എന്തായാലും മീരയ്ക്കൊരു ഷോക്ക് തന്നെയാണ്. മീരയെ ഒന്ന് വിളിക്കാന്ന് വെച്ചാ എന്തു പറഞ്ഞ ആ കുട്ടിയൊന്ന് ആശ്വസിപ്പിക്കാന്ന് എനിക്കറിയില്ല. എന്തായാലും വല്ലാത്തൊരു സങ്കടമായിപ്പോയി. നീ അവരെ ആരെങ്കിലും കണ്ടിരുന്നോ മോനെ? ഇല്ലമ്മേ, എന്നെ നമ്മുടെ കമ്പനി വക്കീൽ വിളിച്ച് പറഞ്ഞതാ. അയാൾ കോടതിയിലുണ്ടായിരുന്നില്ല. ഈ വിഗ്രഹത്തെ ബേസ് ചെയ്തല്ലേ നമ്മുടെ കൃഷ്ണപുരത്തെ ക്ഷേത്രത്തിന്റെ കാര്യം സംസാരിച്ചത്. ഇനി ആ വിഗ്രഹം തിരിച്ചു കിട്ടാൻ ഒരു വഴിയില്ലേ മോനെ? ഹൈക്കോർട്ടിലോ മറ്റോ അപ്പീൽ കൊടുത്ത വല്ല സാധ്യതയുണ്ടോ? അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവില്ല. വെറുതെ കേസിന്റെ പിറകെ കോടതി കയറി നടക്കാന്നല്ലാതെ വിഗ്രഹം തിരിച്ചു കിട്ടാനൊന്നും സാധ്യതയില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാനാവും ഈശ്വര നിശ്ചയം. അല്ലാതെ എന്തു പറയാനാ?
നമ്മൾ ശ്രമിക്കാവുന്നതിൻ്റെ മാക്സിമം ശ്രമിച്ചില്ലേ മോളെ? പക്ഷേ വിധി ഇങ്ങനെ ആയിപ്പോയി. മോളിങ്ങനെ വിഷമിക്കാതെ. മോളുടെ സങ്കടം കണ്ടിട്ട് സഹിക്കുന്നില്ല. വിഷമിക്കാനല്ലേ എന്നെ കൊണ്ട് സാധിക്കും അമ്മാവ. ഞാൻ എന്റെ പ്രാണനേക്കാൾ സ്നേഹിച്ച ആരാധിച്ച എന്റെ ഭഗവാനെയാ എനിക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പറയാതെ മോളെ. ആ വിഗ്രഹവും ഭഗവാനും മോളുടെ മനസ്സിൽ തന്നെ ഇല്ലേ? അവിടെ നിന്ന് അടർത്തി മാറ്റാൻ ആർക്കും സാധിക്കില്ല. അത് ശരിയാ. അല്ലെങ്കിലും പ്രാർത്ഥന എപ്പോഴും മനസ്സിൽ തന്നെയാ ഉണ്ടാവേണ്ടത്. നിങ്ങളെല്ലാരും പറയുന്ന എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. പക്ഷെ എന്റെ പ്രാർത്ഥന എന്താ ഭഗവാൻ കേൾക്കാതെ പോയതെന്നാ എനിക്ക് മനസ്സിലാവാത്ത. അതിലാ എനിക്ക് സങ്കടം. എന്റെ ഭാഗത്തുനിന്ന് ഭഗവാൻ ഇഷ്ടാവാത്ത എന്തെങ്കിലും തെറ്റുണ്ടായോ? അതായിരിക്കോ എന്നിൽ നിന്ന് അകന്നു പോയത്? മോളെ, ഒരിക്കലുമില്ല. എന്റെ മോളെ പോലൊരു പെൺകുട്ടി വേറെ ഉണ്ടാവില്ല. മോള് പൂജിക്കുന്നിടത്തോളം ഭഗവാന് മറ്റൊന്നും തൃപ്തിയാവില്ല. ഹരി പറഞ്ഞതാ ശരി. നിയമവും കോടതിയൊന്നും ഒരിക്കലും മനുഷ്യന്റെ സന്തോഷവും വികാരവും നോക്കിയൊന്നും പ്രവർത്തിക്കില്ല. അവിടെ അവർക്ക് തെളിവുകൾ മാത്രമാണ് വലുത്. അവരുടെ മുന്നിൽ ആ വിഗ്രഹത്തിന്റെ പഴക്കത്തിനും അത് വിറ്റാൽ കിട്ടുന്ന കാശിനും മാത്രമാണ് വാല്യൂ കൊടുക്കുന്നത്. മോളെ പോലുള്ളവരുടെ മനസ്സിനുണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ശ്രമിച്ചിട്ടും നമുക്ക് ആ വിഗ്രഹം തിരികെ കിട്ടാതെ പോയത്. പക്ഷെ മോളെ, ആ വ്യവസ്ഥിതിക്ക് മുന്നിൽ തളരാതെ പിടിച്ചു നിൽക്കുക വേണ്ടത്. എനിക്കൊന്നിനും സാധിക്കുന്നില്ല അമ്മാവ. നിങ്ങളെയൊന്നും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. എന്റെ സങ്കടം കാണുമ്പോ എന്നേക്കാൾ വേദനിക്കുന്നത് അച്ഛനായിരിക്കും എനിക്കറിയാം. പക്ഷെ ഞാൻ അച്ഛന് മോളെ മനസ്സിലാവും. മോൾ ഇത്രയും ആഗ്രഹിച്ചിട്ടും വിഷമിച്ചിട്ടും മോൾക്ക് വേണ്ടി അച്ഛനത് ചെയ്തു തരാൻ ഈ അച്ഛനായില്ലല്ലോ എന്നുള്ള സങ്കടമാണ്. ഹരിയേട്ടൻ മീരെ പോലെ ആവാതെ അവളെ പറഞ്ഞ് ധൈര്യം കൊടുക്കേണ്ട ആളാ ഹരിയേട്ടൻ. ചില സമയത്ത് മനുഷ്യര് നിസ്സഹായരായി പോവും. അത് അംഗീകരിക്കാതെ പറ്റില്ലല്ലോ. എല്ലാം നല്ലതിനാണെന്ന് വേണം കരുതാൻ. ഇനിയിപ്പോ ക്ഷേത്രവും സ്ഥലവും ഒന്നും വേണ്ടല്ലോ. അല്ലെങ്കിൽ ഇനി എത്ര ബുദ്ധിമുട്ടായിരുന്നു അമ്പലം പണിയാൻ. ബീന എന്തൊക്കെയായി പറയുന്നത്? അല്ല ഹരിയേട്ടാ, ഞാൻ സത്യമല്ലേ പറഞ്ഞത്? എന്നോട് മാത്രം ഭഗവാൻ എന്താ ഇങ്ങനെ? ഞാൻ മനസ്സ് തുറന്ന് സ്നേഹിക്കുന്നതിനെല്ലാം എന്നിൽ നിന്ന് തട്ടിയെടുക്കാണല്ലോ. അങ്ങനെ ചിന്തിക്കരുത് മോളെ. മോൾ ഒരു കാര്യത്തെ ഇങ്ങനെ നെഗറ്റീവായി കാണാൻ പാടില്ല. എല്ലാത്തിൻ്റെയും നല്ല വശങ്ങൾ മാത്രം നോക്കിക്കാണുന്ന ഒരാളായിരുന്നില്ലേ മോള്? അതെ അമ്മാവ, അങ്ങനെ വേണമെന്ന് തന്നെയായിരുന്നു എന്റെയും തീരുമാനം. എന്റെ അമ്മയെ നഷ്ടപ്പെടുമ്പോ ഞാൻ പോലും പ്രതീക്ഷിക്കാതെയാ ഭഗവാൻ എന്റെ ജീവിതത്തിലേക്ക് വന്നത്. എനിക്ക് താങ്ങും തണലും ധൈര്യമായിരുന്നു എന്റെ ഭഗവാൻ. ആ ഭഗവാൻ എന്നെ വിട്ട് എന്നേക്കുമായിട്ട് പോയെന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മാവ. എന്താ മോളെ? നിന്റെ അമ്മയെ ഞാൻ കൂടെയല്ലേ മോളെ? പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? നഷ്ടപ്പെട്ടത് വെറും ഒരു വിഗ്രഹം മാത്രമായിരുന്നു. അതാണ് സത്യം. അത് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. ബീന പറയുന്നതിലും കാര്യമുണ്ട് മോളെ. അത് വെറുമൊരു വിഗ്രഹമായിരുന്നു. അതിലേക്ക് മോളാണ് സകല ശക്തിയും പകർന്നു കൊടുത്തത്. അത് മോളുടെ മനസ്സിൽ തന്നെയുള്ള ഈശ്വരനാണ്. ആ ഈശ്വരൻ മോളെ വിട്ട് എവിടെയും പോയിട്ടില്ല, പോവുകയില്ല. യെസ്, അങ്ങനെ സമാധാനിക്കേ. മോളുടെ കണ്ണീര് കണ്ട നെഞ്ചുപിടയുന്ന മുത്തശ്ശിയടക്കം ഒരുപാട് പേരുണ്ട്. അത് മോൾ ഓർക്കണം. എല്ലാവർക്കും ആശ്വാസം കൊടുക്കാൻ മോള് വിചാരിച്ചാലേ സാധിക്കൂ. ആരും വിഷമിക്കണ്ട. എനിക്കൊരു കുഴപ്പമില്ല. ഇനി ഞാൻ വിഷമിക്കില്ല. മോളെ, ഈ വാക്കുകള് കേട്ട മാത്രം മതി അച്ഛന്. നിങ്ങക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വയ്യാതിരിക്കുന്ന ബീനയാണോ ഉണ്ടാക്കാൻ പോകുന്നത്? ഒന്നും വേണ്ട.
അയ്യോ മോളെ മോളെ